ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ കരുമാടി ബ്ലോഗിലേക്ക് സ്വാഗതം. ഒത്തിരി നാളായി ഒരു യാത്ര പോയിട്ട്. ഇന്ന് നമ്മൾ യാത്ര പോകുന്ന സ്ഥലം കർണാടക ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലേക്കാണ്. നമ്മളായി ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ പാണത്തൂരുള്ള ചെമ്പേരിയാണ്. കർണാടക സ്റ്റേറ്റും കേരള സ്റ്റേറ്റും തമ്മിൽ അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഈ ചെമ്പേരി എന്ന് പറയുന്നത്. രാവിലെ 5 മണിക്ക് കാസർഗോഡ് ജില്ലയിൽ നിന്ന് പുറപ്പെട്ട് നമ്മൾ ഒരു ടീ ബ്രേക്കിന് ശേഷം യാത്ര തുടർന്നു. ഇന്നത്തെ യാത്രയെന്ന് പറയുന്നത് തലക്കാവേരിയാണ്. തലക്കാവേരി എന്ന് പറയുന്നത് കർണാടക സ്റ്റേറ്റിലെ കുടക് ജില്ലയിൽ പെട്ടൊരു സ്ഥലമാണ് തലക്കാവേരി. ഈ തലക്കാവേരിയിൽ നിന്നാണ് കാവേരി നദിയുടെ ഉത്ഭവം എന്ന് പറയപ്പെടുന്നത്. ചെന്നിറങ്ങിയപ്പോൾ തന്നെ അടിപൊളി ക്ലൈമറ്റാണ്. ഫുൾ ചുറ്റാകെ മഞ്ഞ്, കോടമഞ്ഞാണ്. പിന്നെ ചെറിയ തോതിലൊരു മഴയുണ്ട്, ഒടുക്കത്തെ തണുപ്പും. നല്ലൊരു അന്തരീക്ഷമായിരുന്നു, അടിപൊളി ആംബിയൻസ്. നമ്മൾ അവിടെ എത്തിയപ്പം 8:30-8 മണി അകത്തായി. പക്ഷേ അന്തരീക്ഷം നോക്കിയാണ്, രാവിലെ തന്നെ കോടമഞ്ഞ് ചുറ്റാകെ കയറി കിടക്കുന്നു. ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മൾ ചെന്നിറങ്ങിയ സമയം എന്ന് പറയുന്നത് നല്ല ബെസ്റ്റ് ടൈമായിരുന്നു. രാവിലത്തെ ഒരു തണുത്ത കാറ്റും കോടമഞ്ഞും ചെറിയ നനഞ്ഞ രീതിയിലുള്ള മഴയും എല്ലാം കൊണ്ടും അടിപൊളി ആംബിയൻസ് ആയിരുന്നു. ഇതാ നോക്കിയ ഒരു രക്ഷയില്ല. നല്ല തണുത്ത അന്തരീക്ഷവും ചുറ്റാകെ ഒന്നും കാണാൻ പറ്റില്ല. അത്രയ്ക്ക് മഞ്ഞ് കയറി കിടക്കുക. താഴോട്ടൊക്കെ എന്താണെന്ന് പോലും കാണാൻ പറ്റാത്ത അവസ്ഥ. തൊട്ട് ഫ്രണ്ടിൽ വരുന്ന ആൾക്കാരെ പോലും കാണാൻ പറ്റാത്ത അത്ര മഞ്ഞാണ്. അടിപൊളിയാ. നിങ്ങളെ നല്ല തയ്യാറായിട്ട് വന്നല്ലേ? കാസർഗോഡ് കാണാമോ? ഒടുക്കത്തെ തണുപ്പാണ് ഗായ്സ്. മഞ്ഞ് കണ്ട മഞ്ഞ്. താഴെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഒത്തിരി ഇത് നടന്നു വേണം ആ ക്ഷേത്രത്തിലേക്ക് കയറാനുള്ളത്. അതിനകത്തോട്ട് എൻട്രി ചെയ്യുന്ന സമയത്ത് ചെരുപ്പ് നമ്മൾ പുറത്ത് സൂക്ഷിക്കണം. ചെരുപ്പ് സൂക്ഷിക്കുന്നതിന് 3 രൂപ കൊടുത്ത് വേണം. ചെരുപ്പിടാതെ വേണം നമ്മൾ അകത്ത് കയറേണ്ടത്. ചെരുപ്പിടാതെ വേണം ആ നിലത്ത് കൂടെ ചവിട്ടി നമ്മൾ ക്ഷേത്രത്തിനകത്ത് കയറേണ്ടത്. ഒടുക്കത്തെ തണുപ്പാണ് ആ ചെരുപ്പിടാതെ പോകുമ്പോൾ. ഫ്രണ്ട്സ്, ഇവിടെയാണ് കാവേരി നദി ഉത്ഭവിക്കുന്നതെന്ന് പെടുന്ന സ്ഥലം. ഇവിടെ വന്നപ്പോൾ ഭയങ്കര മഴ, ഒടുക്കത്തെ മഴയാണ്. മഴയും അതോടൊപ്പം മഞ്ഞ്, കോടമഞ്ഞാണ്. ചുറ്റുമുള്ള ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല, അത്രയ്ക്കും മഞ്ഞ. ഇതാണ് കാവേരി നദിയുടെ ഉത്ഭവം എന്ന് പറയപ്പെടുന്നത്. ഇതിലെത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചൊന്നും പഠനമില്ല. പക്ഷേ ഇവിടെ നിന്നാണ് കാവേരി നദിയുടെ ഉത്ഭവം എന്ന് പറയപ്പെടുന്ന തലക്കാവേരി സ്പോട്ട്. അതിനോട് വഴിയില്ല.
ഈ ക്ഷേത്രം ജൈനമതക്കാരുടെ ക്ഷേത്രമെന്നാണ് പറയപ്പെടുന്നത്. പിൽക്കാലത്ത് അത് ഹിന്ദുമതക്കാരുടെ ക്ഷേത്രമായി മാറ്റപ്പെട്ടു. കുഞ്ഞുട്ടാ ഇത് വലിയ മീനതാ. അപ്പോൾ ഫ്രണ്ട്സ്, വീണ്ടും കാണാം അടുത്ത വ്ളോഗിലേക്ക്. ഓക്കെ, ബായ്. എങ്ങള് പാടുമ്പോൾ തെയ്യങ്ങളാടാണതുണ്ട്. കാടിന്റെ മക്കള് എങ്ങള് പാടുമ്പോ തെയ്യങ്ങളാടാണതുണ്ട്. തുടി കൊട്ടി പാടണ എങ്കട പാട്ടൊക്കെ താളം മുറുകണ പാട്ട. ആ തുടിയിൽ നിന്നുയരുന്ന തുടി താളമൊക്കെ ചങ്കിൻ തുടുപ്പാണ് ദേവി. കാട് വെട്ടി കരടിയെ ഓടിച്ചു കുടിയിൽ കെട്ടിയ കാലം